സാക്ഷാൽ മിക്കായൽ ടാലിന്റെ അറ്റാക്കിനെ വെല്ലുന്ന കിടിലൻ അറ്റാക്കിംഗ് ചെസ് ഗെയിം. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് 1958-ലാണ്. ഈ ഗെയിം സമ്മാനിച്ചിരിക്കുന്നത് നെസ്മെദിനോവിന്റെ ഇമ്മോർട്ടൽ ഗെയിം ആയിട്ടാണ്. ഇവിടെ വൈറ്റ് കളിക്കുന്ന പ്ലെയർ ലെവ് പൊളഗോവ്സ്കി എന്നൊരു പ്ലെയറാണ്. ബ്ലാക്ക് കളിക്കുന്നത് റാഷിദ് നെസ്മെദിനോവ്. 1958-ലാണ് ഈ കിടിലൻ അറ്റാക്കിംഗ് ചെസ് ഗെയിം കളിച്ചിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് പ്ലെയർ തുടങ്ങുന്നത് D4 വെച്ചാണ്. ഇവിടെ നെസ്മെദിനോവ് ആണ് ബ്ലാക്ക് കളിക്കുന്നത്. നൈറ്റ് F6 കളിക്കുന്നു. C4, D6, നൈറ്റ് C3, E5. അപ്പോൾ ഇത് ഓൾഡ് ഇന്ത്യൻ ഡിഫൻസിലെ യുക്രൈനിയൻ വേരിയേഷൻ ആണ്. ഇവിടെ ഗെയിമിൽ പോൺ E4 ആണ് കളിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയം, ഈ പോൺ വെച്ച് ഈ പോണിനെ എടുത്താൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞ കാര്യം ക്യൂനും എക്സ്ചേഞ്ച് ചെയ്ത് ഇവിടെ കാസ്ലിംഗ് റൈറ്റ്സ് ഒക്കെ നഷ്ടപ്പെടും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, വെറുതെ നൈറ്റ് F3 ശേഷം നൈറ്റ് C6 കളിച്ചിട്ട് ഈ ഗെയിം കളി മുന്നോട്ട് പോകാവുന്നതാണ്. എന്ത് അറ്റാക്ക് വന്നു കഴിഞ്ഞാലും, ഇപ്പോൾ ഒരു പക്ഷേ നൈറ്റ് G5 വന്നു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. വെറുതെ കിങ്ങിനെ ഇവിടെ കളിച്ചാൽ മതി, കിങ് E8 കളിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയം, ഓക്കെ ഇനി നൈറ്റ് B5 വന്നിട്ട് ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്താലോ? ഈ പൊസിഷനിൽ ബ്ലാക്കിന് ഒരു കിടിലും കണ്ടിന്യൂഷൻ ഉണ്ട്. ബിഷപ്പ് B4 ചെക്ക്. ഇവിടെ അപ്പോൾ ബിഷപ്പ് ഇടയിൽ വന്നു കഴിഞ്ഞാൽ ബിഷപ്പ് D2 ചെക്ക്, കിങ് D2. ഇവിടെ ജസ്റ്റ് കിങ് E7 കളിച്ചാൽ മതി. ഈ പോണിനെ എടുത്തോ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. നൈറ്റ് വെച്ച് പോണിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂക്ക് D8 ചെക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യും? ഒരു പക്ഷേ കിങ് E1 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റ് ഇവിടെ B4 കളിക്കും. അപ്പോൾ ത്രെട്ട് എന്താണ്? ഇവിടെ നൈറ്റ് C2 ചെക്ക് മേറ്റ് ആണ്. കാരണം എന്താണ്? ഈ റൂക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? റൂക്ക് C1 കളിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നൈറ്റ് A2 വീണ്ടും ഈ റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ റൂക്കിലേക്ക് വേണേൽ എടുക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഈ റൂക്കിനെ ഇവിടേക്ക് കളിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ഒരു പക്ഷേ ഈ റൂക്കിനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നൈറ്റ് വെച്ചിട്ട് ഈ റൂക്കിനെ എടുക്കും. പിന്നെ ഇപ്പോൾ ഇതിനെ രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് B3. ഇവിടെ ഓൾറെഡി ബ്ലാക്ക് ഒരുപാട് ബെറ്റർ ആണ്. അപ്പോൾ ഈ പൊസിഷനിലേക്കൊന്നും ഇവിടെ വൈറ്റ് പോകുന്നില്ല. അതിന് പകരം ഓപ്പണിങ്ങിലെ ആ ഒരു E5 പോണിനെ വെട്ടിയെടുക്കാൻ കൊടുക്കുന്നില്ല. അതിന് പകരം E4 ആണ് കളിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നു, പോൺ വെച്ച് പോണിനെ എടുക്കുന്നു, ക്യൂൻ വെച്ച് എടുക്കുന്നു, നൈറ്റ് C6, ക്യൂൻ D2, G6. അപ്പോൾ ബിഷപ്പിനെ എന്തായാലും ഇങ്ങോട്ടേക്കുള്ളൊരു വഴിയില്ല. എന്നാൽ G7 ഡെവലപ്പ് ചെയ്യാനാണ് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. B3, ബിഷപ്പ് G7, ബിഷപ്പ് B2. അപ്പോൾ രണ്ട് ആശാന്മാർക്കും ലോങ് ഡയഗണൽ കിട്ടി. കാസിൽ ചെയ്യുന്നു, ബിഷപ്പ് D3. നൈറ്റിനെ ഇവിടെ G4 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ ക്യൂനിൻ്റെ ഈ പാത്ത് ക്ലിയർ ആക്കാനും മാത്രമല്ല ഈ നൈറ്റിന് ഈ ഒരു E5 സ്കോറിലോട്ട് വന്നിട്ട് ഈ പവർഫുൾ ആയുള്ള ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനും കൂടെയാണ്. നൈറ്റിനെ ഇവിടെ G2 കളിക്കുന്നു. കുറച്ചും കൂടെ നല്ല മൂവ് നൈറ്റ് F3 ആയിരുന്നു. പക്ഷേ നൈറ്റ് G2 ആണ് ഗെയിമിൽ കളിക്കുന്നത്. ക്യൂൻ H4 കളിക്കുന്നു. അപ്പോൾ ത്രെട്ട് എന്താണ്? ഇങ്ങനെ ഈ പോണിനെ എടുക്കുക. നൈറ്റ് G3 കളിച്ചിട്ട് ആ ഒരു ഫയൽ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയണം. നൈറ്റ് E5 വരുന്നു, ബിഷപ്പിലേക്കാണ് അറ്റാക്ക്. അതൊന്നും കെയർ ചെയ്യുന്നില്ല, വൈറ്റ് ജസ്റ്റ് കാൻസൽ ചെയ്യുന്നു. F5 കളിച്ചിട്ട് ഇവിടെ ബ്ലാക്ക് പൊസിഷൻ ഓപ്പൺ ആക്കുകയാണ്. ഇവിടെ F3 കളിക്കുന്നു. ഇത് കുറച്ച് പാസീവ് ആയിട്ടുള്ള മൂവാണ്. കുറച്ചും കൂടെ നല്ല മൂവ് ഇവിടെ പോൺ വെച്ച് ഈ പോണിനെ എടുക്കുന്നതായിരുന്നു. കാരണം ഇവിടെ ഈ പോൺ എടുത്തതിന് ശേഷം ഇവിടെ കുറച്ച് വീക്കാണ് ഇവിടെ കിങ്. കാര്യം ഇവിടെ F4 ത്രെഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും കുറച്ച് വീക്കായി പോകും. കാരണം ഇവിടുത്തെ F4 ഈ ബിഷപ്പൊക്കെ വളരെ ആക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു പോണിനെ എടുക്കുന്നതിന് ഒരു F5 ശേഷം F3 ആണ് വൈറ്റ് കളിക്കുന്നത്. ഇവിടെ നെസ്മെദിനോവ് കളിക്കുന്നത് ബിഷപ്പ് H6 കളിച്ച് ഈ ക്യൂവിനെ അങ്ങ് അറ്റാക്ക് ചെയ്യണം. വൈറ്റ് മാറുന്നു. F4 ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യണം. നൈറ്റ് E2 പോകുന്നു. G5. അപ്പോൾ പണി തുടങ്ങി. ഈ പോൺസിനെ റോൾ ചെയ്യുക. ഇതാണ് നെസ്മെദിനോവിൻ്റെ ഐഡിയ. നൈറ്റിനെ D5 കളിച്ച് ഈ ഒരു C7 പോണിലേക്ക് അറ്റാക്ക് ചെയ്യണം വൈറ്റ് പ്ലെയർ. നെസ്മെദിനോവിന് ഒരു പേടിയില്ല, ആ പോണൊക്കെ എടുത്തോ, എനിക്ക് G4 ഉണ്ട്, ഇങ്ങനത്തെ ത്രെഡ്സ് ഉണ്ട്. ഗെയിമിൽ G3 ആണ് കളിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയം, നൈറ്റ് വെച്ച് ഈ പോണിനെ എടുത്ത് റൂക്കിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിടിലം മൂണ്ട് G3 ഉണ്ട്. അപ്പോൾ ത്രെട്ട് എന്താണ്? ഇങ്ങനെ ഒരു ചെക്ക് മേറ്റ് ആണ്. കാരണം ഈ ഒരു സ്ക്വയർ ബ്ലാക്കിൻ്റെ പരിധിയിലാണ്. അപ്പോൾ ഒരുപക്ഷെ പോൺ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ പോൺ വെച്ച് തിരികെ വെട്ടും. ആ രണ്ട് സ്ക്വയറും ഇവിടെ ബ്ലാക്കിൻ്റെ പരിധിയിലുള്ളതുകൊണ്ട് ഒറ്റ മൂല ചെക്ക് മേറ്റ് ഉണ്ട്. അപ്പോൾ ചെക്ക് മേറ്റ് തടയണമെങ്കിൽ ഇവിടെ നൈറ്റിൻ്റെ വെട്ടണം, ഇവിടെ ക്യൂൻ വെച്ച് തിരികെ വെട്ടി. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് ക്യൂൻ E1 ഒക്കെ കളിക്കേണ്ടി വരും ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ക്യൂനിൻ്റെ വരും, ഇത് വെട്ടും. ഇതിന് ശേഷം ഈ ഒരു ബിഷപ്പും ഹാങ്ങിങ് ആയിരിക്കും. കാര്യം റൂക്കൊന്നും പോയിട്ട് ഇവിടെ റൂക്കിനായിട്ട് എടുക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. ഈ ഒരു ബിഷപ്പ് ഇവിടെ വീഴും. അപ്പോൾ ഈ പൊസിഷനും എന്തായാലും ബ്ലാക്ക് വിന്നിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചാടിക്കയറി വെട്ടാൻ ഒരു രക്ഷയില്ല ഈ C2 പോണിനെ. ഈ ഒരു
C7 പോണിന്. അപ്പോൾ അതുകൊണ്ട് G3 കളിച്ച് വൈറ്റ് ഇവിടെ ഈ ക്യൂവിനെ അങ്ങ് അറ്റാക്ക് ചെയ്യണം. നെസ്മേദിനോവ് പോൺ വെച്ചെടുക്കുന്നു, തിരിച്ച് ഈ പോൺ വെച്ചെടുക്കുന്നു, ക്യൂൻ H3. അപ്പോൾ ഇനി ഒരുപാട് ത്രെഡ്സ് ഉണ്ട്. നൈറ്റിനെ F3 വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ചെക്കൊക്കെ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ F4 കളിച്ച് ആ റൂക്കിൻ്റെയും ആ നൈറ്റിൻ്റെയും കോർഡിനേഷൻ അങ്ങ് അടച്ചു കളയുകയാണ് ഇവിടെ വൈറ്റ്. ഇവിടെ നിങ്ങളാണെങ്കിൽ എന്ത് മൂവ് കളിക്കും? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ നെസ്മദിനോവിൻ്റെ പൊസിഷൻ കളിക്കുകയാണെങ്കിൽ എന്ത് മൂവ് കളിക്കുമെന്നൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, നെസ്മദിനോവ് കളിക്കുന്നത് ബിഷപ്പ് E6, ഒരു കിടിലൻ മൂവ്. ഒരു നൈറ്റിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്യുന്നു. നൈറ്റിനെ എടുക്കാം, ഈ പോണിനെ എടുക്കാം. ഈ പോണിനെ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നോക്കുമ്പോൾ ഈ ഒരു നൈറ്റ് ഇവിടെ സിംപ്ലി ഹാങ്ങിങ് ആയിട്ട് കിടക്കുകയാണ്. ബിഷപ്പ് വെച്ചെടുക്കാം, പോൺ വെച്ചെടുക്കാം. അപ്പോൾ ഗെയിമിൽ എന്ത് സംഭവിച്ചു? ഗെയിമിൽ ബിഷപ്പ് C2 പോയിട്ട് ഈ ബിഷപ്പിനെ സേവ് ചെയ്യാനാണ് നോക്കിയത്. അപ്പോൾ ഉണ്ടാവുന്ന മെയിൻ ക്വസ്റ്റ്യൻ, ഈ ഒരു നൈറ്റിനെ അക്സെപ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു നൈറ്റിനെ അങ്ങ് വെട്ടിയെടുക്കും. ഈ നൈറ്റിനെ വെട്ടിയെടുക്കാനുള്ള കാരണം തന്നെ ഈ ഒരു ബിഷപ്പിന് ഒരു E3 സ്ക്വയർ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പവർഫുൾ നൈറ്റിനെ വെട്ടിയെടുത്തു. ഇനി ഏത് പോൺ വെച്ച് വെട്ടിയാലും C പോൺ വെച്ച് വെട്ടി കഴിഞ്ഞാൽ ബിഷപ്പ് E3 ചെക്കാണ്. അപ്പോൾ ഇനി എന്ത് വെച്ച് ബ്ലോക്ക് ചെയ്യും? ഇങ്ങനെ എവിടെ പോകാനും വേറെ സ്ക്വയർ ഒന്നുമില്ല. റൂക്ക് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യണം. ഇതിനുശേഷം ബിഷപ്പ് ടേക്സ് F2 ചെക്ക്മേറ്റ് ആണ്. കാരണം എന്താണ്? ഈ സ്ക്വയർ എല്ലാം ബ്ലാക്കിൻ്റെ പരിധിയിലാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആ ഒരു നൈറ്റിനെ അവിടെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഗെയിമിൽ ബിഷപ്പ് ഇവിടെ C2 പോകുന്നു. ഇവിടെ നെസ്മദിനോവ് എങ്ങനെ തൻ്റെ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നു? റൂക്ക് F7. ഇവിടെയും ഈ നൈറ്റിനെ എടുത്തോ കുഴപ്പമില്ല, അടുത്ത റൂക്കോടെയും വരും, ഡബിൾ ചെയ്ത് പണി കൊടുക്കാം. ഇതാണ് ഐഡിയ. ഇപ്പോഴും നേരത്തെ കണ്ട പോലത്തെ ഐഡിയ തന്നെയാണ്. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദ്യം ഇതിനെ ഒഴിവാക്കും. അപ്പോൾ ഇനി എന്ത് തന്നെ കളിച്ചാലും ഇപ്പോൾ ഇതിനെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ബിഷപ്പ് E3 ചെക്ക് ഉണ്ട്, ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ മെയ്റ്റ് സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൊസിഷനിലും നൈറ്റിനെ എടുക്കാൻ പറ്റില്ല. പകരം കിങ് F2 ആണ് കളിക്കുന്നത്. ഇതിൻ്റെ ഐഡിയ, ഇവിടെ കിങ് സൈഡിൽ ഈ കിങ് വളരെ സേഫ് അല്ല എന്ന് മനസ്സിലായ വൈറ്റ് ഒരു പക്ഷേ ഇങ്ങനെ ഓടി ക്യൂൻ സൈഡിലേക്ക് വരാനാണ് ഇവിടെ വൈറ്റിൻ്റെ ശ്രമം. നെസ്മദിനോവ് എന്ത് ചെയ്യുന്നു? ക്യൂൻ H2 ചെക്ക്, കിങ് E3 പോകുന്നു, ബിഷപ്പ് വെച്ച് ഈ നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. അപ്പോൾ പവർഫുൾ ആയിരുന്ന നൈറ്റിനെ അങ്ങ് ഒഴിവാക്കുന്നു. ഇവിടെ പോൺ വെച്ച് ഈ ഒരു ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. കാരണം ഇപ്പോൾ ഈ പോണിന് ഈ നൈറ്റിനെ വെട്ടാൻ പറ്റില്ല. കാരണം എന്താണ്? ബിഷപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട്. അപ്പം അതുകൊണ്ട് ഈ പോൺ വെച്ച് ഇവിടെ സിയിലുള്ള പോൺ വെച്ചിട്ട് ഈ ഒരു ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. നൈറ്റ് B4. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല. കാര്യം ബിഷപ്പിലേക്ക് അറ്റാക്ക് ചെയ്തിരിക്കുകയാണെങ്കിലും ക്യൂവിന് ഇവിടെ ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. റൂക്ക് H1 കളിച്ചിട്ട് ഈ ക്യൂവിനെ അറ്റാക്ക് ചെയ്യണം. ഇവിടെയാണ് കളിയുടെ ഒരു ദിശ തന്നെ അങ്ങ് മാറുന്നത്. ഈ പൊസിഷനിൽ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ബ്ലാക്ക് സൈഡ് നെസ്മദിനോവിൻ്റെ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കളിക്കുമെന്ന് നിങ്ങളൊന്ന് ഡീപ്പായിട്ട് ചിന്തിച്ച് നോക്കുക. വളരെ ക്രിയേറ്റീവായിട്ടുള്ള അറ്റാക്കിംഗ് ഒരു മൂവാണ് ഇവിടെ നെസ്മദിനോവ് കളിക്കുന്നത്. ഓക്കെ, ആ കിടലൻ മൂന്ന് കണ്ടുവെക്കാനോ. റൂക്ക് ടേക്സ് F4. വളരെയധികം ക്രിയേറ്റീവായിട്ടുള്ള ഒരു മൂവ്. അപ്പോൾ ഈ റൂക്കിനെ കൊടുക്കുകയാണ്, ഇവിടെ ഒരു ക്യൂവിനെയും കൊടുക്കുകയാണ്. ഗെയിമിൽ എന്താണ് സംഭവിച്ചത്? ഗെയിമിൽ ക്യൂവിനെ വെട്ടിയെടുക്കുന്നു. അപ്പോൾ എന്തിനാണ് ക്യൂവിനെ എടുക്കുന്നത്? ഇനി ഈ റൂക്കിനെ എടുത്താൽ എന്ത് സംഭവിക്കും? എടുത്തു കഴിഞ്ഞാൽ ബിഷപ്പ് വെച്ച് ചെക്കാണ്. അപ്പോൾ ഇനി പോവാൻ നല്ല സ്ക്വയറുകളൊന്നുമില്ല ഇവിടെ കിങ്ങിന്. എല്ലാ സ്ക്വയറുകളും ഇവിടെ കൺട്രോൾഡാണ്. ഇവിടെ കിങ് D4 പോയി കഴിഞ്ഞാൽ ഒരു മേറ്റിംഗ് കോമ്പിനേഷൻ ഉണ്ട്. ക്യൂവിന് F2 ചെക്ക് ഉണ്ട്. ഒരു പക്ഷേ കിങ് C3 ശേഷം ക്യൂവിൻ്റെ C5 ഇവിടെ ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ അതെന്തായാലും നടക്കൂല. അപ്പോൾ അതിന് പകരം ബിഷപ്പിനെ എടുത്തതിന് ശേഷം നൈറ്റ് വെച്ച് തന്നെ എടുക്കണം. ഇവിടെ നൈറ്റ് ടേക്ക് C2 ചെക്ക്. ഈ ചെക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്ങിന് ഇവിടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഇവിടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? നൈറ്റിൻ്റെ താണ്ഡവമാണ്. അപ്പോൾ ഈ ചെക്കിൽ നിന്ന് ഒഴിവാകാൻ വേറെ സ്ക്വയറൊന്നുമില്ല, ക്യൂവും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പൊസിഷനിൽ ക്യൂൺ ടേക്ക് C2, ബ്ലാക്ക് വിന്നിങ് ആയിരിക്കും. അപ്പോൾ അത് സംഭവിക്കും ആ ഒരു പോൺ വെച്ചെടുത്ത് കഴിഞ്ഞാൽ. നൈറ്റ് വെച്ചെടുത്ത് കഴിഞ്ഞാലോ ക്യൂൺ G3 ചെക്ക്, കിങ് മാറുന്നു, ബിഷപ്പ് ടേക്സ് F4 ചെക്ക്, കിങ് E2 പോകുന്നു, ക്യൂൺ G2 ചെക്ക്, കിങ് മാറുന്നു, ബിഷപ്പ് G3 മേറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കും ഇവിടെ. അപ്പോൾ റൂക്ക് F4 ഒരു കിടലൻ മൂവാണ്. റൂക്ക് വെച്ച് ക്യൂവിനെ എടുക്കുന്നു, റൂക്ക് F3 ചെക്ക്, കിങ് മാറുന്നു, ബിഷപ്പ് G7. അപ്പോൾ ഐഡിയ ഇനി ഇങ്ങനത്തെ ഡിസ്കവേർഡ് അറ്റാക്കാണ്. A4, C5 ഒരു ഫോഴ്സ്ഫുൾ കോമ്പിനേഷനാണ്. N% ചെയ്യുന്നു,
പോൺ വെച്ചെടുക്കുന്നു. അപ്പോൾ ത്രെട്ട് C5 ആണ്, ചെക്ക്മേറ്റ് ആണ്. ബിഷപ്പ് D3, നൈറ്റ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. കിങ് C4, D5 ചെക്ക്. മോറോലെസ് ഫോഴ്സ്ഡ് ആണെല്ലാം. പോൺ വെച്ചെടുക്കുന്നു, പോൺ വെച്ച് തിരികെ എടുക്കുന്നു. കിങ് B5 ഓടുന്നു. റൂക്ക് B8 ചെക്ക്, കിങ് മാറുന്നു. നൈറ്റ് C6 ചെക്ക്, കിങ് മാറുന്നു. നൈറ്റ് B4, ഒരു കിടിലൻ ചെക്ക്മേറ്റ്. ഈ ഗെയിം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഒരു കിടിലൻ അറ്റാക്കിംഗ് ഗെയിം ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആണെങ്കിൽ വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.